ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുണ്ട് എന്നുള്ളത് തുറന്ന് സമ്മതിക്കുകയാണ് ആന്റണി ജോൺ MLA. സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നുണ്ട്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന്റെ ഇടപെടലുകളെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് MLA പറയുന്നത്. പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിലാണ്. പ്രദേശവാസികൾ ഇന്ന് അവിടെ ചേർന്ന DFOയും ഈ ആന വീണ കിണറ്റിലെ ഉടമസ്ഥനുമായും ചർച്ച നടത്തിയതിനെതിരെ പോലും പ്രദേശവാസികൾ രംഗത്ത് വന്നിരുന്നു. അവർ പറയുന്നത് ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. 2-3 മാസങ്ങൾക്ക് മുൻപ് സമാനമായി ഇതേ പ്രദേശത്ത് തന്നെ ഈ കാട്ടാന ഒരു കിണറ്റിൽ വീണിരുന്നു. അന്നും കുറെ വാഗ്ദാനങ്ങൾ കേട്ടു, പക്ഷെ അതൊന്നും പ്രാബല്യത്തിലായില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ പരാതി. ഒരു കൃഷിക്കാരനെ വിളിച്ചോ? പറമ്പന്റെ ഉടമസ്ഥ മാത്രമല്ല, ഇവിടെ ജനങ്ങൾക്ക് ശല്യമാണ് ഈ ആന. നിരവധി കൃഷിക്കാരോടൊപ്പമുണ്ട്. ആന ശല്യം രൂക്ഷമായ പറമ്പുടമസ്ഥനാണ് ഞാൻ. ആരെങ്കിലും വിളിച്ചവര് ഇവിടെ മന്ത്രി വന്ന് 1 വർഷമായി ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതി, എന്തെങ്കിലും ഒരു പദ്ധതി മുന്നോട്ട് പോയിട്ടുണ്ടോ? ഒരു സ്ഥലം എവിടെയെങ്കിലും ബാങ്കിനോ പഞ്ചായത്തിനോ ഒരു സ്ഥലത്തും ഒരു രൂപ ഇല്ല. ഒരു കല്യാണം നടത്തില്ല. ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഇത്ര ഓമ്പിച്ച പ്രശ്നങ്ങൾ നടത്തണോ? ഈ നാട്ടിൽ ഞങ്ങൾ എങ്ങനെ പോണേ? ഓർച്ചിൽ താമസിക്കണോ? ഞാൻ ഇതിന് 1 കിലോമീറ്റർ അപ്പുറം താമസിക്കുന്നതാണ്. അവിടെ ഈ ആന വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭീതി ജനങ്ങൾക്ക് പൊതുവെ ഈ നാട്ടിലുണ്ട്. കോട്ടപ്പടി ഇതൊരു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് ഞങ്ങളുടെ കോട്ടപ്പടി പഞ്ചായത്ത്. ഇവിടെ മാത്രമല്ല, പ്ലാമുടി വടക്കുമ്പോൾ മറ്റേ ഈ പ്ലാമുടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഈ പ്രശ്നമുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമവ്യവസ്ഥ അനുസരിച്ച് ഇതിനെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കൊല്ലാനാണ് നമ്മുടെ മനസ്സൊക്കെ ആഗ്രഹിക്കുന്നത്, ഈ ജനങ്ങളുടെ മുഴുവൻ ആഗ്രഹം. കാരണം അത്രമാത്രം ശല്യം ഇതിനെ കൊണ്ടുണ്ട്. അപ്പോൾ കൊല്ലാനുള്ളൊരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അതുണ്ടാക്കി ഇതിനൊക്കെ കൊന്നു കളയണം. ആസ്ട്രേലിയയിലൊക്കെ നടക്കുന്നത് പോലെ അവരുടെ ദേശീയ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അവർ മടിക്കുന്നില്ല. നിതിൻ തോമസ് കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. നിതിൻ, പ്രദേശവാസികളുടെ പ്രതിഷേധം അവിടെ അവസാനിച്ചോ? അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കായിട്ടുണ്ടോ? ആര്യ, നിലവിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. MLAയുടെ സാന്നിധ്യത്തിൽ ജനങ്ങൾ ഇവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. കിണർ ഇടിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു, പക്ഷേ ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു വാക്ക് ലഭിക്കാതെ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ആനയെ കയറ്റി വിടാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ MLA അറിയിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ സോളാർ ഫെൻസിങ്ങിൻ്റെ പണികൾ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അത് പൂർത്തിയായിട്ടില്ല, അതെങ്ങുമായിട്ടില്ല എന്നുള്ളതാണ് MLA പറയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഇത് നിരന്തര സംഭവമാണ്. അതായത് ഇതിനു മുമ്പും ഇതേ പ്രദേശത്ത് ഇതിൻ്റെ അടുത്തൊരു പ്രദേശത്ത് തന്നെ ആന കിണറ്റിൽ വീഴുന്ന സംഭവം, അതിനെ പിന്നീട് കാട്ടിലേക്ക് തുരത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ആനയെ കാട്ടിലേക്ക് എത്ര തുരത്തിയാലും പിന്നെയും ഇത് വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതായത് ഇത് നിരന്തരമാണ് ഇവിടെ ആനകൾ ഇറങ്ങുന്നതും ആനകൾ ഇത്തരത്തിൽ കൃഷികൾ നശിപ്പിക്കുന്നതും ഒക്കെ തന്നെ. അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകാതെ ഈ പ്രവർത്തനങ്ങൾ നടക്കുകയോ ആനയെ കയറ്റിവിടുകയോ ചെയ്യില്ല എന്നുള്ളതാണ് MLA പറഞ്ഞിരിക്കുന്നത്. MLAക്ക് സപ്പോർട്ടായി അല്ലെങ്കിൽ MLA പറയുന്നതിനോട് അനുകൂലിച്ച് തന്നെ ജനങ്ങളും ഇപ്പോൾ ഇവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. ആര്യ, ശരി. നിധിനും ബിനിലുമാണ് അവിടെ നിന്നുള്ള വിവരങ്ങളും പ്രതികരണങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോഴും കാണാം അവിടെ ഈ പ്രഥമ പരിഗണന ഇപ്പോൾ ആ കിണറ്റിൽ വീണ് കിടക്കുന്ന, മണിക്കൂറുകളായി കിണറ്റിൽ വീണ് കിടക്കുന്ന ആ കാട്ടാനയെ കൊമ്പനെ പുറത്തെത്തിക്കാൻ തന്നെയാണ്. അതിനുള്ള ശ്രമങ്ങളിലേക്ക് ഇപ്പോൾ വനംവകുപ്പ് കടന്നിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ JCB അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്, മണ്ണുമാന്തി യന്ത്രം എത്തിച്ചിട്ടുണ്ട്. പോലീസിന്റെയും വനംവകുപ്പിന്റെയും സംയുക്ത രക്ഷാദൌത്യമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രദേശവാസികളുടെ പ്രതിഷേധങ്ങളെ ഒരു പരിധിവരെയെങ്കിലും മയപ്പെടുത്താൻ സ്ഥലം MLAക്കും വനംവകുപ്പിനും ആയിട്ടുണ്ട്.